അത് പക്കയായിട്ട് അവർ ചെയ്തോളും, ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴക്ക് പറയാറില്ല, പേടിയില്ല, അങ്ങനൊന്നുമില്ല. അന്ന് കെട്ടിയിട്ടടിച്ച് സംഭവം വേറൊന്നുമല്ല. ഇവളിങ്ങനെ ചിരിച്ചിട്ടിരിക്കുമ്പോഴത്തേന് ആളുകൾ വിചാരിക്കും ഓക്കെ വീണ്. സംഭവം വേറൊന്നുമല്ല, ഇവക്ക് എല്ലായിടത്തും ചിരിയാണ്. പേപ്പർ കണ്ടപ്പോ ചിരിക്കും, ദേ പേപ്പർ പോണ്, മഴത്തുള്ളികൾ. പക്ഷെ ഞങ്ങൾ ആമ്പിള്ളേർ അങ്ങനെയാണ്, നമ്മളെല്ലാരും നമുക്ക് ചിരിക്കും. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മളൊരു ചിരി കൊടുക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്നവര് വിചാരിക്കും ഓ ഇവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. പിന്നെ അവർക്ക് സങ്കടം വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഐ ലവ് യു പറയും. ഞാനൊന്നും മിണ്ടുന്നില്ല. നിങ്ങളെ പറ്റി നാട്ടുകാർക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ്? ഇവൻ കഞ്ചാവാണ് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഒരൊറ്റ ആഗ്രഹിക്കുള്ളൂ, എന്റെ ഭൂതവാക്കളെന്ന് പറയും. അപ്പൊ എനിക്കെല്ലാം ചെയ്യാലോ. ഭൂതം വന്നാ ശരിക്കും ഭൂതത്തെ കാണുമ്പോ ബോധം പോപ്പിട്ടേക്കാണ്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഇല്ല, ഞാൻ പറയും എന്റെ ഫാമിലിയെ എപ്പോഴും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകും. അതിന് നീ അവിടെ പോയാ പോരെ, നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇൻവിസിബിൾ ആക്കാം. അങ്ങനെ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ എന്റെ പൊന്നേ, ഞാനൊരു വികാര ജീവിയാണ്. എനിക്ക് തൃശ്ശയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ, പക്ഷെ ആകരുത്. ഇതൊക്കെ വീട്ടിൽ കാണൂലേ? എന്നാൽ നിഷൻ ചേട്ടൻ ലവ് സ്റ്റോറി എന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്നാ അയ്യോ, അത് പറയരുതെന്ന് സ്പെഷ്യലി എന്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടാണ്. അത് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും ആളുകളെ, അതുകൊണ്ടിട്ട് അത് പറയാൻ പാടില്ല. അറിയട്ടെ, ലോകം അറിയട്ടെ. നിഷൻ ചേട്ടാ അപ്പൊ അത് ഞങ്ങളുടെ ഫാമിലിക്ക് മോശം ഇല്ല. അത് സംഭവം വേറൊന്നുമല്ല, എന്റെ ഫ്രണ്ടായിരുന്നു ചെറുപ്പം മുതലേ. പേരെന്താ? ബെറ്റ്സി. ബെൻസി. അപ്പൊ സ്വന്തം ഭാര്യയുടെ പേര് ആദ്യം ബെൻസി എന്ന് പറഞ്ഞു. ബെറ്റ്സി സോറി, കേട്ടെന്ന് മാറിപ്പോയത്. അപ്പൊ എന്റെ ഫ്രണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, പിന്നെ എന്റെ ബെസ്റ്റ് പാർട്ടായി. അത്രേ ഉള്ളൂ. ഇതാണ് ലവ് സ്റ്റോറി. എല്ലാവർക്കും ഉള്ള ഇടിയുണ്ടായിരുന്നു, ഓട്ടം ഇല്ല, അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ അറിഞ്ഞ വേറെ ഒന്നും ഇല്ലായിരുന്നു. സംഭവം വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നെ കണ്ടപ്പോ തന്നെ ചാച്ചൻ പറഞ്ഞു അല്ല കല്യാണ സമയത്ത് പിന്നെ നേരെ പോയി കാലേ വീണ്. ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിക്കണതിന് മുന്നേ കെട്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചു. അത് ഓൾറെഡി അച്ഛനെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ പിന്നെ എതിർപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ എല്ലാം പോയി സംസാരിച്ചു, എല്ലാം ഓക്കെ പറഞ്ഞു, പിന്നെ സെറ്റായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴേ എന്തായാലും മുമ്പേ പറഞ്ഞില്ലേ ഓവർ ആക്ടിങ്ങിന്റെ ആൾക്കാർ എന്തായാലും കൂടെ കാണുമല്ലോ. അങ്ങനെയുള്ളത് ആരാണ് ഇതിനൊക്കെ? നമ്മുടെ കൂട്ടത്തിൽ ഓവർ ആക്ട് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെ ഇല്ല. എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നില്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയല്ലേ എടാ അത്രയും മീറ്റർ കുറയ്ക്കും ചളവാക്കല്ലേ. അങ്ങനെയൊന്നുമില്ല. എല്ലാരും പക്ക അതൊരു ക്യാരക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇപ്പൊ ഇവളാണെങ്കിൽ പോലും ചിരിക്കുമെങ്കിൽ പോലും സംഭവം ഫ്രെയിമിൽ കൊണ്ടുവരും. ഇപ്പൊ എനിക്ക് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള കാര്യം, അത് പക്കയായിട്ട് അവർ ചെയ്തോളും, ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴക്ക് പറയാറില്ല, പേടിയില്ല, അങ്ങനൊന്നുമില്ല. അന്ന് കെട്ടിയിട്ടടിച്ച് അപ്പൊ അതില് പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാരും പക്ക ജാളിയായിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് പേടിയില്ലാത്ത സ്ഥലത്ത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്നാലും ഇതിനകത്ത് മെയിൻ ആയിട്ടേ മറ്റേ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന ആരാ? എല്ലാരും കൊണ്ടുവരും. അതായത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു ഐഡിയ പറയുവാണെങ്കിൽ ഇവള് ഫുള്ള് നെഗറ്റീവിന്റെ ആളാ. ഇഷ്ടപ്പെട്ട ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളിനക്ഷത്ര സിനിമയിൽ മറ്റേ ജഗദീഷ് അടിക്കില്ലേ, സെയിം സാധനം ഇവള് ഞാൻ എന്ത് പറഞ്ഞാലും നിഷൻ ചേട്ടൻ എന്നെ തിരിച്ച് ട്രോളും. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കും. എനിക്ക് പലപ്പോഴും നമ്മുടെ കാര്യത്തില് അല്ല ട്രോളുന്നല്ല, ഐ മീൻ നമ്മളെന്തെങ്കിലും പറയുമ്പോഴേ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പറയും ഫുൾ നെഗറ്റീവ് ആണ്. ചിരിച്ചോണ്ട് പറഞ്ഞ ഓ ഇവിടെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഞാൻ തോന്നിട്ടില്ലേ? ഇല്ല, പുള്ളി നമ്മള് പറയുന്ന സജഷൻസ് എടുക്കും. അപ്പൊ നിശ്ചയം വേണ്ടല്ലേ, വേണ്ട, അപ്പൊ വേറെ എന്തെങ്കിലും കൊണ്ടുവരും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സെയിം സാധനം നമ്മള്
കൊണ്ടുവരുമ്പോഴത്തേനും ഇഷ്ടപ്പെടും. അതായത് നമ്മൾ ഫ്രെയിമിൽ കൊണ്ടുവരുമ്പോഴത്തേനും ഇവർക്ക് ഇഷ്ടപ്പെടും. ഞാനത് തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷെ പറയുമ്പോഴത്തേനും ഇവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൗണ്ടേഴ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു 10 എണ്ണം പറയുമ്പോഴത്തേനും അതിൽ 8ാമത്തെ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അതങ്ങനെ ലാസ്റ്റ് വീഡിയോയില് കിണർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര എല്ലാവരും ഏറ്റെടുത്തു. അത് നിഷൻ ചേട്ടൻ സ്പോട്ടിൽ കൊണ്ടുവന്ന സാധനം നമ്മുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുപോലെ ഒത്തിരി സാധനങ്ങൾ സ്റ്റാറിനും താഴെ പിന്നെ ഓരോന്ന് ഷൂട്ട് ഞാൻ ആലോചിക്കുന്നു അഭിഷേക് എന്നാ മിണ്ടാതിരിക്കുന്നത്. ഭയങ്കര സൈലന്റ് ആണോ ആള്? അയ്യോ ഇല്ല ചുമ്മാ കുറച്ച്. അഭിഷേക് ഈ 3 പേരെ പറ്റി എന്താ പറയാനുള്ളത്? എന്താണ് ഞങ്ങൾ കട്ട ചങ്ക്സാണ്. ഓരോരുത്തരെ പറ്റിയുള്ള ഒരു നല്ല ക്വാളിറ്റി, ഒരു മോശം ക്വാളിറ്റി. മോശമൊന്നുമില്ല, എല്ലാം നല്ല കുട്ടികളാണ്. എന്നാൽ ഏറ്റവും അടിപൊളി ഇല്ല നിനക്ക് മോശമായിട്ട് നല്ലത് പറ. എലിസബത്തിനെ പറ്റി ഒരു നല്ല ക്വാളിറ്റി പറഞ്ഞേ ആളുടെ ക്യാരക്ടറിൽ. എന്ന് പറഞ്ഞാൽ ഇവള് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. കറക്റ്റ് ഇപ്പൊ വീഡിയോ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്ന്, ഓക്കെ ആണെങ്കിൽ ഓക്കെ, കറക്റ്റ് സംഭവം പറയും. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാൻ വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എല്ലാരും ഫാമിലി ആക്കുന്നതാണ്. പക്ഷെ നല്ലോണം ചൊറിയും, നല്ലോണം ചൊറിയും, എല്ലാരും ഇറിറ്റേറ്റ് ചെയ്യും. എല്ലാരും ഇല്ല, നിഷൻ ചേട്ടന് ഈ 2 മിനിറ്റ് പെട്ടെന്ന് ഫാമിലി ആക്കുമ്പോ കൊറേ വള്ളി കിട്ടാറില്ല. അത് ഫോൺ നമ്പർ കൊടുത്താൽ തീരാന്ന് പ്രശ്നമല്ലേ ഉള്ളു. ഇതിലേക്ക് വിളിച്ചിട്ട് ഇവള് ഒരു നമ്പർ മാറ്റിയൊക്കെ കൊടുക്കും. എന്നിട്ട് പറയാം ഇതില് അവസാനത്തെ ഒരു നമ്പർ മാറ്റിയാണ് തന്നേക്കുന്നത്, ബാക്കി സിമ്പിൾ അല്ലേ, 10 നമ്പർ ട്രൈ ചെയ്ത് നോക്കിയാൽ പോരെ. സത്യമാണല്ലോ അല്ലേ? അതെ, അതിനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണുന്നവരൊക്കെ ഇനി അയ്യോ അവൾ അത്ര നമ്പറൊക്കെ പറ്റിയ തെറ്റായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഇവള് ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുമ്പത്തിന് ആളുകൾ വിചാരിക്കും ഓക്കെ വീണ്. സംഭവം വേറൊന്നുമല്ല, ഇവക്ക് എല്ലായിടത്തും ചിരിയാണ്. പേപ്പർ കണ്ടപ്പോ ചിരിക്കും, ദേ പേപ്പർ പോണ്, മഴ മഴത്തുള്ളികൾ, അതാണ് ഇവള്. അപ്പൊ ആളുകൾ വിചാരിക്കും ഓക്കെ അവള് എനിക്ക് വീണടാ ശങ്ക അപ്പൊ തന്നെ വിളിച്ചു പറയും എനിക്ക് വീണ, ഒരു പെണ്ണ് വീണെന്ന് പറയും. അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ അവള് ജോളിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറയും അങ്ങനെ നടക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണല്ലോ. ലൈക്ക് ഒന്നും നമുക്ക് എന്തും ഇവള് കാരണമാണ് ഇത്രയും വൈകിയത്. ഇവളവിടെ ഇത് ചെയ്തോണ്ടിരിക്കും, ഞാൻ പറഞ്ഞു 10 അവിടെ എത്തണം. അവളവിടെ ചെയ്തോണ്ടിരിക്കണം, ഞാൻ ഓരോ ദിവസം 10 അല്ല എന്തായാലും പറയാനുള്ളത് പറയും. അപ്പൊ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് അത് മേടിക്കുന്നതല്ലേ നല്ലത്. ഹിന്ദിക്കാരാണ് ചെയ്തോണ്ടിരിക്കണത്, ഇവക്ക് ഹിന്ദി അറിയില്ല. എന്നിട്ട് ഭയ്യ അതേ ഇവിടെ ഞാനത് കേട്ടിട്ടിരിക്കണം. ഞാൻ പുള്ളിയുടെ അടുത്ത് പറയണ ജൽദി കരുതോ ജൽദി, ഇവള് ഭയ്യ ഇവിടെ. അല്ല ഞാൻ എപ്പോഴും ആ പാർലറിലാണ് പോകുന്നത്, അപ്പൊ പുള്ളിക്ക് തന്നെ അറിയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, അതായത് കുറെ നമ്മൾ ചിരിക്കുന്ന പെമ്പിള്ളാരെ കാണുമ്പോൾ ഇവിടെ വളയുന്നൊക്കെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ബോയ്സിനുണ്ടോ നോർമലി? അല്ല മൈൻഡ് സെറ്റ് അല്ല, അത് ഓപ്പൺ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട്. ഇപ്പൊ നമ്മളൊരു പെണ്ണ് നോക്കി കഴിയുമ്പോഴത്തേനും നമ്മളത് നോക്കുമ്പോഴാണല്ലോ ചിരിക്കുന്നത്. അപ്പൊ വെറുതെ ഒരു അറിയാത്തൊരു പെണ്ണ്, ഇപ്പൊ സ്നേഹയാണെങ്കിലും ഒരു ചെക്കൻ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് വന്ന് ചിരിച്ചിട്ട് ഇത് കഴിഞ്ഞാൽ സ്നേഹ എന്തായിരിക്കും ചിലക്കെ ചിരിക്കും. ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ ഈ ചിലപ്പോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്നോണ്ടല്ല, നമ്മൾ ഒരാള് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സാമാന്യ മര്യാദ വെച്ചിട്ട് നമ്മൾ പക്ഷെ ഞങ്ങൾ ആമ്പിള്ളേർ അങ്ങനെയാണ്, നമ്മളെല്ലാരും നോക്കിച്ചിരിക്കും. ഇഷ്ടപ്പെട്ടാലും നമ്മളൊരു ചിരി കൊടുക്കും. ഞങ്ങൾക്ക് ആരും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങള് സേഫൊന്നുമില്ല, ഞങ്ങൾ സേഫല്ല. ടോപ്പിക്ക് മാറി. ഇപ്പൊ നമ്മളെ ആരും പറയുമ്പോ ഇവര് പറഞ്ഞില്ലേ ഇവിടെ ചിരിച്ചാ പറ്റേ അവര് വിചാരിക്കും പറ്റേ, അങ്ങനൊക്കെ എതിരെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇവര് ചുമ്മാ പറയുന്നത്, ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങളുടെ കൂട്ടത്തില് ചുമ്മാ ഇവര് കളിയാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അല്ല ഉദ്ദേശിച്ച പെട്ടെന്ന് കമ്പനി ആകും അല്ല, അത്രേ ഉള്ളൂ. ഞാൻ സംസാരിക്കും, എന്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ അങ്ങനെ സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നവര് വിചാരിക്കും ഓ ഇവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. പിന്നെ അവർക്ക് സങ്കടം വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഐ ലവ് യു പറയും. സങ്കടം വരരുതല്ല ആരും വിഷമിക്കുന്ന ഇഷ്ടമല്ല. മാമനോടൊന്നും തോന്നരുത്. പക്ഷെ ഇവളങ്ങനല്ലേ, ഇവ കട്ടക്കലിപ്പോ ഒരാളെ നോക്കി കഴിഞ്ഞാൽ അവൻ ഒരു പ്രാവശ്യം പിരിവ് കാട്ടിക്കഴിഞ്ഞാൽ ഇവള് 2 പ്രാവശ്യം കാട്ടും. അതാണ് ഇവള് അങ്ങനെ ചിരിയും കാര്യങ്ങളൊന്നും. പക്ഷെ ഇവള് നേരെ ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഇല്ല കേട്ടോ, ഞാൻ ഞങ്ങളുടെ ഗ്യാങ്ങില് മാത്രമേ അങ്ങനെ ചിരിയും ഇടുള്ളൂ, അല്ലാണ്ട് പുറത്ത് പോയിട്ട് ഞാൻ ഒന്നുമില്ല. കുട്ടി അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ ആലോചിക്കായിരുന്നു നിങ്ങൾ എങ്ങനെ വീഡിയോ സമയത്തിനൊക്കെ എടുത്ത് തീർക്കും. ഈ സംസാരം എന്തൊരു ഫണ്ടായിരിക്കല്ലേ.
എന്ത് സമയം അതൊരു ഇച്ചിരി ഇപ്പൊ ഇവിടെ ആക്കിയേക്കോ ഇപ്പൊ ടൈം ഞാൻ പറയും 10:09 അങ്ങനെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നും നടക്കും. കറക്റ്റ് രാവിലെ 7 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നത് 11 മണിക്കായിരിക്കും. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറമാനാണ് ഏറ്റവും കിടിലൻ ജോബ്. ഒരു ദിവസം വന്നിട്ട് അവൻ പണിയെടുക്കാണ്ട് കാശ് കൊടുത്തു. എന്താ ഞങ്ങളിങ്ങനെയാണ്. അവൻ തന്നെ പറയും ഇനി ഇന്നും എന്നെ വിളിക്കണം, ഇങ്ങനെയാണെങ്കിൽ എന്നും വരാം. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ്, ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഉറക്കം. പക്ഷെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാ, അതാണ് പറഞ്ഞത്. ആർക്കാ ബുദ്ധിമുട്ട്? മുതലാളിക്കല്ലേ? എനിക്കാണ് ബുദ്ധിമുട്ട്. എന്ത് ചെയ്യാനാ, പിന്നെ നമ്മളുടെ കൂടെ കട്ട ചങ്കായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേന് നമ്മളത് ഏറ്റവും കൂടുതൽ ചളി അടിക്കുന്നത് നിഷിൻ ചേട്ടനാണ് ഷൂട്ടിന്റെ സമയത്ത്. ആ ആളാ പറയുന്നത്. നിഷ ചേട്ടന്റെ മെയിൻ ചളികൾ എന്തൊക്കെ? അയ്യോ അത് പറയാൻ പറ്റൂല. തുറന്നാ ചളിയാ. ഒരു വേർഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ചളി, മൊത്തത്തിൽ ചളി. അങ്ങനെയല്ല, നമ്മള് അംഗീകരിച്ചു കൊടുക്കും. പ്രൊഡ്യൂസർ അല്ലേ, ചേട്ടൻ പറയുമ്പോ ഞാൻ ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ പ്രൊഡ്യൂസർമാർ ഇല്ല. സന്തോഷിക്കുന്നു. എന്നെ ഇങ്ങനെ നിങ്ങൾ പ്രൊഡ്യൂസർ അങ്ങനെ നിക്കാറൊന്നും ഇല്ല. നമ്മള് കളിയാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കളിക്കും. പിന്നെ ഇങ്ങനെ കൂടെ ഇതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചിരിക്ക്. അപ്പൊ ഞങ്ങൾ ചിരിച്ചു കളിച്ചു. എന്ത് പറയാനാ. ഇനി ഞാൻ അപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ഗ്രീൻ ടീമിനെ ഒരു റൗണ്ടിലേക്ക് കൊണ്ടുപോകണം, ഒരു സെഗ്മെന്റിലേക്ക്. ട്രൂത്ത് ഉള്ളി. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ സത്യം മാത്രം വേണ്ട, തളരരുത്. ഞാൻ ചോദിക്കാൻ പോണേ, ഒരു ഡേറ്റിന് പോയി ചെയ്ത ഏറ്റവും എംബ്രസിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. ഇതിലിവിടെ അല്ല, നിങ്ങൾ പറയണം. എംബാരസിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയും എല്ലാരും, ഓരോരുത്തരും. ഓക്കെ, നിഷിൻ ചേട്ടൻ സ്റ്റാർട്ട്. ഇതൊക്കെ വീട്ടിൽ കാണൂലേ? അല്ല, ഇല്ലാതെ വിശ്വസിക്കില്ല ആൾക്കാർ. ഞാനും പോയിട്ടില്ല. ഞാൻ പോയില്ല. ഏത് ഡേറ്റിന് എത്രാമത്തെ പോയപ്പോ ഉള്ള കാര്യം എന്നെ എടുക്കേണ്ടി വരും. ഒരു ഡേറ്റിന് പോയി ചെയ്ത ഏറ്റവും എംബാരസിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. എല്ലാരും പറയണ്ട, ഉള്ളവര് പറഞ്ഞാൽ മതി, ബുദ്ധിമുട്ടില്ലാത്തവര്. ഞാൻ എന്റെ വൈഫിന്റെ കൂടെ മാത്രം ഡേറ്റിങ്ങിന് പോയിട്ടുള്ളൂ. വേറെന്താ, കൊച്ചുള്ളതുകൊണ്ട് അതിനൊന്നും ചെയ്യില്ല. അവ കൊച്ചി അമ്മേനെ തൊട്ടാ ഇല്ല, അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടില് പോയവർക്കല്ലേ ഇതൊക്കെ അറിയുള്ളൂ. അതെ, ഞങ്ങളോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ക്യാമറ കട്ട് ചെയ്യുവാണെങ്കിൽ പറയാ. ഇല്ല, ഡേറ്റിന് പോയിട്ടില്ല. അല്ലേ? ഡേറ്റ് എത്ര? എനിക്ക് ഇവരെ രണ്ടും തീരെ വിശ്വാസമില്ല. ഇവര് മറ്റേ കസിൻസും ആണ്, രണ്ടുപേരും ഇവരെ കണ്ണില്ല സംസാരിക്കുന്നത്. എലിസബത്ത് കണ്ണുകൊണ്ട് പറയുമ്പോഴത്തേനും നിശ്ചയം അത് കിട്ടും. എന്ത് ചെയ്യണത്? ആ ഒരു ബോണ്ട് ഇത് കഴിയുമ്പോൾ നിന്റെ കല്യാണം നടക്കും. എലിസബത്ത് പറ. എലിസബത്ത് എന്തോ പറയാനുണ്ട്. ഇല്ല, പുള്ളിക്കാരിക്ക് അങ്ങനെ റിലേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞേനെ. ആണല്ലേ? അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പുള്ളിക്കാരി ഇപ്പൊ ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുവാണ്. അല്ല, സീരിയസ് ആണ് ഇതില്. ഇതുള്ള കാര്യം സത്യമാണ് പറയണല്ലോ. അതെ അതെ, എനിക്കിപ്പോ ഞങ്ങളിപ്പോ എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവൂലേ ഇവർക്ക്. അല്ല, ഞാനിപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഇവിടെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പൊ അതിനിടയ്ക്ക് വേറെ ഒരു ഇതിലേക്കൊന്നും ഞാൻ നോക്കുന്നില്ല. ഫോക്കസ് ഒന്ന് മാറ്റി. ഇവിടെ സമയമില്ല, പ്രേമിക്കാൻ തീരെ സമയമില്ലെന്നാണ് പറയുന്നത് അല്ലേ? സമയമൊക്കെ ഉണ്ട്. എനിക്ക് സമയമില്ല, ഉറങ്ങാൻ പോലും സമയം. അത് പോയി, അതുകൊണ്ട് അതോടെ നിർത്തി. അതുകൊണ്ട് ഡേറ്റിംഗ്. അയ്യോ, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അഭിഷേക് പണ്ട് എല്ലാരും അറിഞ്ഞില്ലേ? ഒന്നും സ്പെഷ്യൽ ആയിട്ട് അതൊന്ന് പരിഗണിക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റിന് നിങ്ങൾക്ക് ഓരോരുത്തരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയോ, അതോ എല്ലാ കോമൺ ആയിട്ട് ചോദിച്ചു? കോമൺ ആയിട്ട് ചോദിക്കാം, പറയാലോ. കുളിക്കാതെ എത്ര ദിവസം വരെ ഇരുന്നിട്ടുണ്ട്? അയ്യോ, കുളിക്കാണ്ട് ഞാൻ 2 ദിവസം ഇരുന്നിട്ടുണ്ട് കുളിക്കാതെ. എലിസബത്ത് 16. എത്ര ലാസ്റ്റ് സെൻസസ് എടുത്തപ്പോ 2-3 ആഴ്ച കുളിക്കാണ്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. തല അത്രേ ഉള്ളൂ. അല്ല, ഡെയിലി ബാക്കിയൊക്കെ ഡെയിലി. തല നമ്മള് അല്ല, സ്നേഹയൊക്കെ ഇപ്പൊ തല എങ്ങനെയാ എല്ലാ ദിവസവും ഡെയിലി ഇല്ല, കുളിക്കാറില്ല. അങ്ങനെ അത്രേ ഉള്ളൂ. തല കുളിക്കാറില്ല. തല അതെടുത്ത് പറയണല്ലോ. പെൺകുട്ടി മഴ സമയത്തൊക്കെ എങ്ങനെയാണ് ഞാൻ ചൂടുവെള്ളം ചൂടാക്കി തരാൻ പോലും. അയ്യോ, ഹീറ്റർ രാവിലെ വരുമ്പോ പോലും ഹീറ്റർ ഇട്ടാ കുളിച്ചേ. ചേച്ചിയില്ലേ? അല്ല, നമ്മളെപ്പോഴും അങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യത്തില് ചേച്ചി അതിന്റെ ഇരട്ടി പണിയെടുക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ഡെയിലി കുളിക്കും. നേരം അത് മാത്രമേ അവക്കുള്ളൂ. കുളിയുടെ കാര്യത്തിൽ അവളെ വെട്ടിക്കാൻ പറ്റത്തില്ല. 1-2 മണിക്കൂറൊക്കെ നിന്ന് കുളിച്ചോളൂ. അതുകൊണ്ട് എന്റെ ചെവിയുടെ വേണ്ട, അതിവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റിന്, കുപ്പിന്നൊരു ഭൂതത്തെ നിങ്ങക്ക് കിട്ടുവാണെങ്കിൽ
അപ്പൊ കുപ്പി എന്ന് പറഞ്ഞ ഭൂതം 3 ആഗ്രഹം സാധിച്ചു തന്നാൽ എന്തൊക്കെ ചോദിക്കും ഒരു ഭൂതത്തെ കിട്ടിയാല്? ഭൂതത്തിനെ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഒരൊറ്റ ആഗ്രഹം ചോദിക്കുള്ളൂ, എന്റെ ഭൂതമാക്കണം എന്ന് പറയും. അപ്പൊ എനിക്കെല്ലാം ചെയ്യാലോ. ഭൂതം വന്നാ ശരിക്കും ഭൂതം വന്ന് ബാക്കി വേറെ ചോദിച്ചോ? ഭൂതമാകുക, എന്നെ ഭൂതമാക്കണം, എന്നിട്ട് നീ ഞാനാകെന്ന് പറയും. അപ്പൊ ബാക്കിയെല്ലാം ചെയ്യും. ആ നമുക്ക് പിന്നെ എന്ത്, ബാക്കി 2 വരവും പിന്നെ കിടപ്പുണ്ട്, 2 വരം വേറെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ബുദ്ധിമാൻ. അല്ല അതല്ലേ ഏറ്റവും നമുക്ക് എന്താ, ഇപ്പൊ 3 വരം കിട്ടിയിട്ട് 3 വരം നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മനുഷ്യന് അത്യാഗ്രഹം. എന്നാ ഭൂതമായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഈശ്വര ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? അവര് പല ആഗ്രഹങ്ങള് ഫിനാൻഷ്യലി ആണെങ്കിലും അങ്ങനെ കുറെ രീതിയിൽ സഹായിക്കും. എന്നാ പിന്നെ വെറുതെ ഇരിക്കാൻ സമയം കാണത്തില്ലല്ലോ. പ്രൈം മിനിസ്റ്റർ ആകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ആലോചിക്കും ഭൂതമൊക്കെ ആയിട്ടുള്ള ഒരു രൂപം. ഭൂതമൊക്കെ കഴിയുമ്പോഴത്തേനും മറ്റേ അല്ല രൂപം മാറൂല. ഈ രൂപത്തിന് കഴിവ്, ഭൂതത്തിന്റെ കഴിവ് കഴിവുകൾ മാത്രം. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുള്ളൂ നീ പറ. ഇവളാ ഫസ്റ്റ് ആഗ്രഹം, എന്റെ ചിരി ഒന്ന് മാറ്റി തന്നെ. അപ്പൊ ഭൂതം ചിരിക്കും. അമൃത എന്തായിരിക്കും ഭൂതത്തോട് ചോദിക്കുന്നത് 3 ആഗ്രഹങ്ങൾ? ഭൂതത്തെ കാണുമ്പോ ബോധം പോപ്പില്ലെങ്കിൽ ഭൂതം ബോധം അവരുടെ പുറകെ പോയിട്ട് നമുക്ക് നിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ദിവസം ഞാൻ ഒരു 6 പ്രാവശ്യം പഠിപ്പിക്കും, ഒന്നും ചെയ്യണ്ട. ഞാൻ അതുകൊണ്ട് അമൃതയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ അമൃത ഞാൻ വരുന്നുണ്ടെന്ന് പറയാനൊന്നും പോകാൻ പറ്റില്ല. അവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ നിശൻ ചേട്ടൻ പുറകെ വന്ന് ചുമ്മാ ഇങ്ങനെ നിൽക്കും പ്രേതം പോലെ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്തായാലും പേടിക്കുമല്ലോ. രൂപം കണ്ടാ പേടിക്കുന്നേ. അല്ല പറയൂ. ആദ്യം അവള് ഫാമിലി ആക്കും. അല്ലല്ല ആദ്യം ഫാമിലി ആക്കും, പിന്നെന്തും ചോദിക്കാലോ. പിന്നെ ഫാമിലി ആയി കഴിഞ്ഞാൽ ഫാമിലി ഉണ്ട്. നീ ആക്ടിങ്ങിന് കൊണ്ടുപോകുന്ന പുള്ളിനെ നമുക്ക് മെയിൻ റോൾ കൊടുക്കാം. നമുക്ക് മെയിൻ റോൾ കൊടുക്കാം. ചേട്ടൻ അത് പറയും. പട്ടിപ്പണി എടുപ്പിക്കുന്നത് എല്ലാം ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ. എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുക. സത്യം പറ. നീ പറഞ്ഞു നീ നിന്റെ നിനക്ക് ഇഷ്ടമുള്ള ആഗ്രഹം പറ. കല്യാണം കഴിക്കും ഭൂതത്ത്? എടി നീ ഓക്കെ മനുഷ്യന്മാരെ നല്ല കിട്ടാൻ പാടില്ല. അയ്യേ നോക്ക് എന്തോനെ പോലെ നല്ല ഭൂതമൊക്കെ. ഇല്ല ഞാൻ പറയും എന്റെ ഫാമിലിയെ എപ്പോഴും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം. അതിന് നീ അവിടെ പോയാ പോരെ. അപ്പൊ എന്നെ പറഞ്ഞു വിടും. നോക്കുമ്പോ അമൃത മിസ്സിങ്. അല്ല അല്ല നീയല്ലേ പറഞ്ഞ ഹാപ്പി ആക്കണം. അപ്പൊ എന്നെ കാണാനില്ല. അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റണമെന്ന് പറയും. അപ്പൊ ഞാൻ കറക്റ്റ് ആണെന്നാണോ? ഓക്കെ. എലിസബത്ത് ചേട്ടൻ പറഞ്ഞു എല്ലാത്തിനും നിശൻ ചേട്ടൻ തന്നെ പറയണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. അതെ അതെ പറഞ്ഞു പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും അങ്ങനെ പറയാൻ കിട്ടുന്നില്ല. ഞാൻ നിശ്ചയിച്ചു കൊടുക്കാം. എന്ത് വരോ? അല്ല ഇവള് ഒരു ആഗ്രഹം എനിക്ക് തരും, ഒരെണ്ണം അവന് കൊടുക്കും, ഒരെണ്ണം ഇവക്ക് കൊടുക്കും. അതെ അപ്പൊ ഇവളോട് ചോദിക്കും ആ ഒരെണ്ണം എന്ത് ചെയ്യുന്നു, ആ ഒരെണ്ണം അവള് ഇവൾക്ക് കൊടുക്കും. മുതലെടുക്കാണ് ആഗ്രഹം ഒരു ആക്ടർ ആക്കാൻ പറയും. അത് ഏതെങ്കിലും നല്ല ഡയറക്ടറിനെ പരിചയപ്പെടുത്തി തരാൻ പറയില്ലേ. നീ മുതൽ ആക്ടർ പക്ഷെ സിനിമയില്ല. അല്ല നമ്മൾ സിനിമ ഉണ്ടല്ലോ, എല്ലാ തിയേറ്ററിലും പോയി കാണാറില്ലേ. ഏത് ഡയറക്ടറിനോട് വർക്ക് ചെയ്യണമെന്ന് പറയും ഭൂതത്തോട്? അങ്ങനെ ഒന്നുമില്ല, ആര് വിളിച്ചാലും ഇപ്പൊ പോകും. ആ അവസ്ഥയിലാണല്ലേ. നല്ല ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇതും ചെയ്യും. അഭിഷേക് ഭൂതത്തെ വന്ന ലൈഫ് ലോങ് എൻജോയ് ചെയ്ത് ജീവിക്കണം. ബ്രേക്കപ്പ് ആക്കാണ്ട് ഒരു പെണ്ണിനെ തന്നെ അത് ശരിയാ, വളരെ പറ്റിക്ക. അപ്പൊ എവിടുന്ന് ഒരു പറ്റീര് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടാത്ത ആമ്പിള്ളേര് കുറവായിരിക്കും. അവന് ആഴ്ചയിൽ ഓരോ ദിവസം എന്ത് പറ്റിയതാ? അയ്യോ നാളായതാ. പക്ഷെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി. ഇടയ്ക്കിടയ്ക്ക് പറയും കൊച്ചിന് അഭിഷേകം ഇട്ടേക്കണം. ഓക്കെ അപ്പൊ ഞാൻ ആഗ്രഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അത് അവര് എന്റെ ലൈഫ് ലോങ് എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം എന്ന് വെച്ചാൽ ഒരാവശ്യത്തിനും കയ്യിൽ പൈസ ഉണ്ടാതിരിക്കരുത്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇപ്പൊ എല്ലാരും പറയും എന്താ പൈസ ഇല്ല മറ്റേതാണ് അങ്ങനെയാണ് കഷ്ടപ്പാടാണ്. പൈസ ഉണ്ടായിരിക്കില്ല ഒരിക്കലും. കൈ നിറച്ച് അത്യാവശ്യം എന്തിനും ചെലവാക്കാൻ പൈസ വേണം. ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ ആരോടും പറയാത്തൊരു സീക്രട്ട്. അത് സ്നേഹയോട് പറയണം, അത് സ്നേഹയോട് പറയണം. ആരോടും പറയാൻ പറ്റാത്തത്. അത് ലൈവ് ആരോട് പറയാത്തൊരു സീക്രട്ട് ഞാൻ പറയാം. അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. എന്നോട് ഇത്ര ആലോചിച്ച് ഒരെണ്ണം
പോലും കിട്ടിയില്ല. ഒരെണ്ണം പോലും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണേ. ഈ റൂമിൽ ആരെങ്കിലും വിവാഹം കഴിക്കേണ്ടി വന്നാൽ ആരെ കല്യാണം കഴിക്കും? അയ്യോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ 3 ഓപ്ഷൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഓപ്ഷൻ. ഈ റൂമില് നിശ്ചയ ഓപ്ഷൻ വേണ്ടല്ലോ. എനിക്കില്ല. അപ്പൊ നിശ്ചയ ഓൾറെഡി മാരീഡ് അല്ലേ? അല്ല ഓപ്ഷൻ അല്ലേ? ചേട്ടൻ അറിയാൻ പറയാൻ പോകുന്നത് എനിക്കറിയാം. നമുക്ക് ഈ റൂമിൽ വേറെ ആരും ഇല്ലല്ലോ. സ്നേഹം എനിക്കറിയാം സ്നേഹത്തിലോട്ടേ പോകും. സ്നേഹത്തിലോട്ടേ. നിങ്ങൾക്ക് ഞാനൊരാളല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. അത് തന്നെ നിശ്ചയം ചോദിച്ചു മേടിക്കുന്നേ. എനിക്ക് ഓപ്ഷൻ ഇല്ല, വേറെ ആർക്കും ഓപ്ഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ ആരെ കെട്ടാന്ന്? ഇവിടെ അല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അതെ, അതും ഇവൻ ഇവിടെ ഇവരൊക്കെ ഇല്ലേ? അത് എനിക്ക് കൂടി തോന്നുന്നുണ്ട്. ചേട്ടാ ഫാമിലി ആകാൻ താല്പര്യമുണ്ടോ? അതെ, രണ്ട് മിനിറ്റ് അമൃതയ്ക്ക് രാവിലെ ആ 2 മിനിറ്റ് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞാൽ മതിയോ? എന്ത്? ഇല്ല, എനിക്ക് ഓക്കെ, അത് മതി. സീക്രട്ട് ആയിട്ട് പറഞ്ഞാൽ അത് സീക്രട്ട് ആയിട്ട് പറയാം. നിങ്ങളെ പറ്റി നാട്ടുകാർക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ്? ദിവം കഞ്ചാവാണെന്ന്. ഇല്ല, ചുമ്മാ പറഞ്ഞാ. ജാടയാണ്. നിങ്ങളെല്ലാരോ? അല്ല, അല്ല, ഉണ്ടാവില്ല. ജാടയാണെന്ന് തോന്നുന്നു. അഹങ്കാരിയാണ്. എന്റെ നാട്ടുകാർക്ക് എന്നെ പറ്റി വലിയ തെറ്റിദ്ധാരണയൊന്നും ഇല്ല. എല്ലാം ഉള്ള ധാരണയൊക്കെയുള്ള അല്ല, എല്ലാം ഉള്ളതൊക്കെ തന്നെ. അവർക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും ഉള്ളതൊക്കെ. നാട്ടുകാർക്ക് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവള് നാട്ടിൽ നിൽക്കാത്തോണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ല, എന്നോട് എല്ലാരും പറയും ഞാൻ ഭയങ്കര ജാടയാണ്, അധികം സംസാരിക്കാത്ത അത് പൊതുവേ ഇപ്പൊ എല്ലാരും പറയുന്നത് ചുമ്മാ ഇവിടെ നിന്നെ പറ്റി അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. പറയാറുണ്ട്. അതെ, സ്വിച്ചാണ് ഇവിടെ നിൽക്കുമ്പോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോബിയ ഉണ്ടോ? എന്തിനോടെങ്കിലും ഒരു പേടി, ഒരു പേടിയോ? പ്രേതം. പ്രേതം. രാത്രി പ്രേതത്തിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. രാത്രി പ്രേതം കാണാറുണ്ടോ? എന്റെ സ്നേഹ, രാത്രി ഒരു ദിവസം ചുമ്മാ നടന്നു നോക്ക്, അപ്പത്തേക്കും നിങ്ങള് മറ്റേ പേടിയില്ല? ഞാൻ രാത്രി പുറത്തിറങ്ങാറില്ല. ഇറങ്ങാത്ത എന്താ? പേടിയുണ്ടല്ലേ? ഇരുട്ടത്തൊക്കെ നമ്മള് പേടിയില്ലെന്ന് എല്ലാരും പറയും. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ നല്ല പേടിയുണ്ട്. പ്രേതം ഉണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത്, പക്ഷെ നമ്മളുടെ മനസ്സിൽ ഒരിതുണ്ട്. അപ്പൊ എല്ലാവർക്കും പേടിയുണ്ടാവും. അതല്ലേ പേടി, വേറെ പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ല. ഇടിയൊക്കെ നടക്കുമ്പോ നമ്മൾ അവിടെ നിൽക്കാറില്ല, അതുകൊണ്ട് പേടിയൊന്നും ഇല്ല അവിടെ. അതില് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല അല്ലേ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോബിയസ് ഒന്നും ഇല്ല? രാത്രി പേടിയാ. എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഓ, പ്രേതത്തൊന്നും പേടിയില്ല. ഇല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം ഇൻവിസിബിൾ ആയാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? ഇഷ്ടം വേണ്ട ഒരു ദിവസം ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യും, പല പല രാജ്യങ്ങളിൽ പോകും. വിസ ഇല്ലാണ്ട് പോവാല്ലോ, കാശും ലാഭം. പല പല സ്ഥലത്ത് പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാരെയും കാണാൻ പറ്റും. വേണമെങ്കിൽ വിസ ഇല്ലാണ്ട് തന്നെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ഫ്രീ ട്രാവൽ. ഇരിക്കാൻ പറ്റില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഒഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഇത്ര രാജ്യം കണ്ടു കഴിയും. ഒരു ദിവസം മാത്രമാണോ? എല്ലാ ഫ്ലൈറ്റും ഉണ്ടല്ലോ, എന്നും ഫ്ലൈറ്റ്. അല്ല, ഒരു ദിവസം ഇൻവിസിബിൾ ആയി, പെർമനന്റ് ആയിട്ടല്ല ഇൻവിസിബിൾ ആണത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇൻവിസിബിൾ ആക്കാം. അങ്ങനെ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ എന്റെ പൊന്നേ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്ത് കാര്യം? പെട്ടെന്ന് എടി ഞാൻ എനിക്കിപ്പോ അമേരിക്കയിൽ പോണം, ഇൻവിസിബിൾ ആയി, വിസ കിട്ടൂല. പക്ഷെ അങ്ങനെ ഇൻവിസിബിൾ ആയി പോയിട്ട് എന്തിനാ? വിസിബിൾ ആക്കണം, അവിടെ പോയിട്ട് വിസിബിൾ ആക്കണം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടല്ലേ അല്ല, ഞാൻ ട്രിപ്പ് പോകുന്നത് എല്ലാരും അറിയിക്കാൻ വേണ്ടിട്ടല്ല. ഞാൻ എന്റെ സ്റ്റോറീസ് ഒന്നും, ഞാൻ പല സ്ഥലത്തും ട്രിപ്പ് പോയിട്ട് ആരെയും അറിയിക്കാണ്ട് അവളെ അറിയിക്കാണ്ട് പോയിട്ടുണ്ട്. കാരണം അവളെ പ്രശ്നമാണ്, മറ്റവർക്ക് പ്രശ്നമാണ്. കൊള്ളാം. ഒന്ന് ആലോചിക്കുക, ഇൻവിസിബിൾ ആയിട്ട് അമേരിക്ക. സ്നേഹ എന്ത് ചെയ്യും? ഞാനോ? അയ്യോ, ഞാൻ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ ഇൻവിസിബിൾ ആയാല് ഫുഡ് കഴിക്കും, അത് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടുപേരും വിഷയം സ്നേഹം നമുക്കിത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട്. നമ്മളെ പറ്റി ആൾക്കാർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. എന്ത് ഇൻവിസിബിൾ ആയി അതിപ്പോ നീ ഇൻവിസിബിൾ ആണൊന്നുമില്ല. നീ ശരിയാണ്. അതായത് നമുക്ക് ചിലപ്പം ചിലര് നമ്മളെ പറ്റി അതെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുമല്ലോ, അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെ? നമുക്ക് ചിലപ്പം നമുക്ക് ഇങ്ങനെ പോയി പോയി നിൽക്കാൻ പറ്റുന്ന പ്ലേസുകൾ കാണുമല്ലോ, അപ്പൊ അവിടെ പോയി ഇൻഡയറക്റ്റ് ആയിട്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ പോകണം, എനിക്കൊക്കെ പോകാൻ പറ്റാത്ത ഇപ്പോഴത്തെ
സ്ഥലം എന്ന് പറഞ്ഞാൽ അമേരിക്ക, അതേപോലത്തെ കുറെ രാജ്യങ്ങളുണ്ട്. എനിക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് ഫ്രീ ആയിട്ട് പോകണം. അതാണ് സംഭവം. അത് ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ പോകാൻ പറ്റുമല്ലോ. ഓക്കെ സെറ്റ്. അപ്പൊ അടുത്ത് പേരൻസിനോട് പറഞ്ഞ ഏറ്റവും വലിയൊരു നോണ. അയ്യോ അയ്യോ, ഞാൻ തെറി പറയാറില്ല, ഞാൻ നല്ലവനാണ് അല്ലേ? അതെല്ലാരും പറയാറുള്ള ഒരു കാര്യമാണ്. ഞാൻ ചീത്ത പറയണ എന്റെ പാരന്റ്സ് ഇതിലോട്ടും കേട്ടിട്ടില്ല. ഞാൻ കണ്ണൂട്ടുന്ന ചീത്ത പറയാറുണ്ട്. അല്ല, നമ്മള് ഫ്രണ്ട്സോട്ടൊക്കെ നല്ല ചീത്ത പറയാറില്ലേ? ഇപ്പൊ പറയാത്ത ആരെങ്കിലും ഉണ്ട്? പക്ഷെ അത് അങ്ങനെ അവര് കേൾക്കാത്തുണ്ടല്ലോ, അത് നോണ പറയുന്നില്ലല്ലോ, അവര് ചോദിക്കാറുമില്ലല്ലോ. ചോദിച്ചിട്ട് നോണ പറഞ്ഞൊരു കാര്യം. ചോദിച്ചിട്ട് നമ്മൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ പാരന്റ്സ് കാണൂലേ, വീട്ടിൽ കേട്ടോ. അല്ലേ ഇപ്പൊ ഫുഡ് എങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തില്ല, അതുപോലെ ഉണ്ടാവില്ല. സിനിമക്ക് പോയിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്, സിനിമക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. വണ്ടിയിൽ നിന്ന് വീണിട്ട് അവിടെ മറ്റേ നിലത്തുനിന്ന് വീണാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതൊക്കെ നമ്മള് പറയുന്ന നോണയാന്ന് പാരന്റ്സിന് അറിയാം. ഞാനൊക്കെ നോണ പറയുന്ന വീട്ടുകാർക്ക് അറിയാം. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോ ഞാൻ തന്നെ പറയും, അന്ന് അങ്ങനെ ചെയ്തപ്പോ അറിയായിരുന്നു, കുഴപ്പമില്ല. അന്ന് നല്ല രീതിയിൽ വഴക്ക് പറയുന്ന കാര്യങ്ങള് പിന്നെ അത് നുണയാണെന്ന് പറയുമ്പോ പാരന്റ്സ് സില്ലി. അത് ഓരോ സമയത്ത് ഓരോ പോലെ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിൽ നടക്കും. ഇതൊക്കെ തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനെ. ഇനി ജീവിതകാലം മുഴുവൻ ഒരാഹാരം മാത്രമേ കഴിക്കാൻ പറ്റുള്ളെങ്കിൽ എന്ത് കഴിക്കും? ബിരിയാണി. ബിരിയാണി. ചോറും കറിയും. മീൻകറിയാണ്. മീൻകറി വറുത്തതും വേണം. ഒരു സംഭവം മാത്രം. ഒരു സംഭവം മാത്രം. ഞാൻ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. അതിന്റെ അകത്ത് ചിക്കൻ ഇല്ലേ? ഞാൻ തരൂല. അതല്ല, ചിക്കൻ ബിരിയാണി അത് രണ്ട് സാധനമല്ലേ? അത് ഒറ്റ പേരുള്ള സാധനം ചിക്കൻ ബിരിയാണി. എന്നാ ഞാൻ പറയാം, മീൻകറി മീൽസ് വിത്ത് ഫ്രൈ. അത് ഒറ്റ സാധനമല്ലേ? അതെ അതെ, അതൊരു മീൽസിന്റെ അകത്ത് തന്നെ. അത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഊണ് ഭയങ്കര ഇഷ്ടം. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി അത് ഞാൻ എവിടെ പുറത്തു പോയാലും ബിരിയാണി കിട്ടും എന്നെ എല്ലാവരും കളയൊക്കെ. എന്റെ ഫ്രണ്ട്സിന് ഒട്ടും താല്പര്യമില്ല എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാൻ. ഞാൻ ചിക്കൻ ബിരിയാണിയെ പറയുള്ളൂ. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് മറ്റേ മെനു ഒക്കെ നോക്കിയ അവസാനം അതെ അതെ, ചിക്കൻ ബിരിയാണി. ഞങ്ങൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി അലഞ്ഞ് നടക്കാറുണ്ട്. അതെ, എന്നിട്ട് അവൾ കുഴി ചാടിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റിനെ. ഒരു ദിവസം സെലിബ്രിറ്റി ആയാൽ ആരാകും? ഞാൻ തന്നെ. ഒരു സെലിബ്രിറ്റി ആവാൻ പറ്റിയാല് അത് ആരാകും? ഞാൻ തന്നെ. അല്ല, വേറെ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിയില് ആരാവെന്ന് അറിയോ? സെലിബ്രിറ്റി. രണ്ടുപേരെ പേര് പറയാൻ പറ്റുമോ? രണ്ടുപേര് ഒരാളാ പറഞ്ഞു മിക്സ്. വിജയ് ആൻഡ് ഷാറുഖ് ഖാൻ. അന്ന് രണ്ടുപേരും പേര് പറയാൻ കാരണം എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ആ രണ്ടുപേരും ഇഷ്ടം. ബാക്കിയുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും, അതായത് സെലിബ്രിറ്റി ആകുമ്പോഴത്തേനും എനിക്ക് അത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഒരാള്. പിന്നെ പൃഥ്വിരാജ്. അത് കുഴപ്പമില്ല. ചെറിയ ആഗ്രഹങ്ങള്. അപ്പൊ ഇവര് മൂന്നുപേരും എനിക്ക് ഓക്കെയാണ്. കാരണം എന്റെ ഒരു വൈബിന് എന്റെ വൈബായിട്ട് അവര് സെറ്റ് ആവും അങ്ങോട്ട്. അപ്പൊ അതൊരു അത് മതി. ചേട്ടാ ആൾക്കാർ വലിച്ചു കയറി. ഇതൊക്കെ വയറിൽ കട്ടായിട്ട് വേണം. അമൃത ആവുകയാണെങ്കിൽ എനിക്ക് തൃശ്ശയെ ഭയങ്കര ഇഷ്ടമാണ്. പോവാൻ പാ. അപ്പൊ ശരി പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരവസരം ഇഷ്ടപ്പെട്ടോ? പക്ഷെ ആകരുത്. അല്ല, ഞാനാവും. തൃശ്ശയാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിയെ. അപ്പം എനിക്ക് പുള്ളിക്കാരിയുടെ ലൈഫ് എന്താണെന്ന് അറിയാനും ആ ഒരു ഇത് നമ്മളൊക്കെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. സത്യമാണ് കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇവരൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ എനിക്ക് ആ ലൈഫ് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എലിസബത്തിന് എനിക്ക് രേവതി അവരെയൊക്കെ എനിക്ക് പണ്ടത്തെ ശോഭന അവരൊക്കെ കൂടുതൽ ഇഷ്ടം. ശോഭന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശോഭന. അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടാൻ വേണ്ടിട്ടല്ല, കിട്ടൂല. കിട്ടിയ നല്ലതായിരുന്നു. അവരെ പോലെയൊക്കെ ആകാൻ എല്ലാരും ആഗ്രഹിക്കൂല. ഓക്കെ, അഭിഷേക് ലാലേട്ടാ. കൊള്ളാത്ത അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിനെ. ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഫോണൊന്നും ആരും പറയരുത്. ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ശ്വാസം. പിന്നെ അതല്ലേ വേറെന്തെങ്കിലും നമുക്ക് ഫുഡ്. അതില്ലാണ്ട് തീർന്നു ഫുഡ് കഴിക്കുന്നു. ഫുഡൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയല്ല, ഫുഡും വായുവും വെള്ളവും ഒന്നും പറയാം. ഫോണും പറയാൻ പറ്റില്ല. ഫോണും പറയാൻ പറ്റില്ലേ? ഇല്ല, ഫോണും പറയാം. അതും എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് ഓരോരോ സ്പെസിഫിക്, ചിലപ്പോ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അമൃത പറ. ഇല്ല, ഇനി ഞാൻ പറയില്ല. എന്റെ മൂഡ് പോയില്ലേ? എന്നെ ട്രോളാൻ വേണ്ടിട്ടാണ്. പറയൂ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇല്ലാണ്ട് പറ്റില്ല. അത് നിശ്ചിന്റെ ഓപ്ഷൻ അമൃത പറഞ്ഞു. സാധനം പറഞ്ഞ സാധനം എനിക്ക് എന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്. അവനില്ലാണ്ട് എനിക്ക് പറ്റൂല. എത്രല്ല കുഞ്ഞു മോനാണ്? LKG ആകുമ്പോൾ. ആണോ? എന്താ പേര്? ഡേവിഡ്. ഡേവിഡ്. എന്റെ പേര് നിഷൻ ഡേവിഡ്, അവന്റെ പേര് ഡേവിഡ് നിഷൻ. ചാക്കോച്ചനെ പോലെ അങ്ങനത്തെ. അല്ല, എന്റെ അച്ഛന്റെ പേര്, അതായത് അച്ഛൻ മരിച്ച് ആ ഒരു എന്താ പറയാ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് അവന്. അപ്പൊ ഡേവിഡ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെയോ? ഇവയ്ക്ക് ഉള്ള ചേട്ടനായിട്ട് ഭയങ്കര
നേരെ കണ്ടു നേരെ കണ്ടു കഴിഞ്ഞാൽ തല്ലാണ്. അല്ലാണ് കീരിയും പാമ്പും. ഫ്രണ്ട്സ് ആണ് ഫുൾ ടൈം എപ്പോഴും കൂടെ. പിന്നെ ഫാമിലി പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചിട്ടും. അമൃത ഇങ്ങനൊന്നും പറയണം. അമൃതക്ക് വേറെ എന്തോ ഒരു ആൻസർ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. ഇല്ല, എനിക്ക് എന്റെ അച്ഛനും അമ്മയും. ഒരാളുടെ പേര് പറയാൻ പാടുള്ളൂ. അച്ഛനും അമ്മയും അവർ രണ്ടുപേരും ഒരുപോലെയാണ്. ഏതെങ്കിലും ഒന്നെന്നാ പറഞ്ഞത്. പക്ഷെ അതല്ല, എന്തോ ആദ്യം പറയാൻ വന്നത് വേറെ എന്തോ ആണല്ലേ. അത് ഞാൻ പറഞ്ഞു. അത് മറ്റേ ട്രെയിനിൽ വെച്ച് കണ്ട് മറ്റേ അല്ല ബസ്സിൽ വെച്ചോണ്ട് അയ്യോ എണ്ണ എടുക്കേണ്ടി വരും ആൾക്ക്. കാലൊക്കെ എടുക്കണ നീ പറഞ്ഞോ. ട്രോളില്ല ട്രോളില്ല എല്ലാം ചെയ്യും. അത് തന്നെ അച്ഛനും അമ്മയും അച്ഛനും അമ്മ അവര്. പിന്നെ എന്റെ പട്ടിക്കുട്ടികൾ. കിട്ടിയിട്ട് ഓക്കെ. നിങ്ങളെ അവള് തിരിഞ്ഞു നോക്കാറില്ല. ഓക്കെ, നിങ്ങളുടെ ഈ റീൽസിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതേ, ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ ആദ്യമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് മറ്റേ പിച്ചക്കാരുടെ ഒക്കെ ഒരു സീരീസ് ഉണ്ടാവില്ലേ. എന്റെ ദൈവമേ, അത് ഇന്ന് അടിപൊളി. ഒരു ദിവസം നോക്കിയപ്പോഴത്തേനെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടൊക്കെ റീല് കണ്ടുകൊണ്ടിരിക്കുക. നോക്കിയപ്പോഴത്തേന് മറ്റേ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് നീ ഞാൻ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഒരു ഇത്ര വലിയ ആഡംബര കാറിലൊക്കെ കയറി പോകുന്നു. ആ സംഭവം വേറെ ഒന്നുമല്ല. ഞങ്ങള് ഗോവ ട്രിപ്പ് പോയായിരുന്നു. ഗോവ ട്രിപ്പ് പോയപ്പോ ഞങ്ങൾക്ക് റിയൽ ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണത്. അതായത് ആദ്യത്തെ ആ ഒരു പുച്ഛം കൊടുക്കുന്ന സംഭവം, ആ കാറിന്റെ സംഭവം ഒന്നുമല്ല. വന്ന് മറ്റേ ആദ്യം തന്നെ ഒരു പ്രാഗണ സെറ്റപ്പ് ഉണ്ട് മറ്റേ പൈസ കൊടുക്കാണ്ടിരിക്കുമ്പോ. അപ്പൊ ഞങ്ങള് ഗോവയിലൊക്കെ പോയി പൈസയൊക്കെ എല്ലാം തീർന്നു. ഗൂഗിൾ പേയിൽ മാത്രമേ ഫണ്ടുള്ളൂ, കയ്യിലൊന്നും ഫണ്ടില്ല. ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ പൈസ ഇല്ല. സ്വാഭാവികമായിട്ട് ഇല്ലാത്ത ആള് ഇല്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നീയൊക്കെ മുടിഞ്ഞു പോകുന്ന ഏതൊരു ഭാഷയിൽ പറഞ്ഞു. ഇവക്ക് പെട്ടെന്ന് മനസ്സിലായി, സ്ഥിരം കേൾക്കണോണ്ട് ഇവക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാനത് ട്രാൻസ്ലേറ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജിത്ത്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അജിത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന പുള്ളിക്കും എനിക്കും അങ്ങനെ ഒരു സംഭവം തോന്നി. അങ്ങനെ ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അജിത്തിനാണ്. അവനാണ് കൂടുതൽ അതിൽ വർക്ക് ചെയ്തത്. അയ്യോ, അതിന്റെ കുറേ സീരീസ് ഉണ്ടല്ലോ. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കാണുമ്പോഴത്തേന് എന്തൊക്കെ സാധനങ്ങളാ വരുന്നത്. സത്യമാണ്, ചില സമയത്ത് നമ്മൾ ഇവരൊക്കെ കാണുമ്പോഴത്തേന് നമ്മളെക്കാട്ടും മറ്റേ വലിയ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു അടിപൊളിയായിട്ട്. ഞാൻ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. മീൻസ് വലിയ എമൗണ്ട് ഒന്നും അല്ല, കൂടിപ്പോ ഒരു 5 രൂപ 10 രൂപ കൊടുക്കാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോഴത്തേനും അത് നമ്മൾ കൊടുക്കുന്നത് അവരെ തന്നെ തരം താത്തുന്നതിന് തുല്യമാണ്. കാരണം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അവരൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവർ. കാരണം നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പിന്നെയും അവർക്ക് കൊടുത്തോണ്ടിരിക്കും തോറും അവരെന്ത് ചെയ്യും, പിന്നെയും അത് ബെഗ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് കൂടും. അപ്പം നമ്മളത് കൊടുക്കില്ല. കാരണം അവർ ചിലപ്പോൾ അവർക്ക് ഇന്റേണലി എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടാവും, നമുക്കതറിയില്ല. പക്ഷെ ഹെൽത്ത് നോക്കിയിട്ട് ഞാൻ ചിലവരെ ജഡ്ജ് ചെയ്ത് കൊടുക്കാണ്ടിരുന്നിട്ടുണ്ട്. ഇത്ര ഈ കാരണം ഇതൊരു സീരിയസ് കാര്യമാണല്ലോ. പക്ഷെ ഇതിലേക്ക് ഈ ഫൺ കൊണ്ടുവരുന്ന ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. ഇത് എങ്ങനെയൊന്ന് ആലോചിക്കുന്നത്, ഇത് നമുക്ക് അങ്ങനെ ചെയ്തോ, ഇത് ഇങ്ങനെ ചെയ്തോ. അല്ല, നമ്മൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കും എന്ന് ഇവര് നമ്മളെടുത്ത് പറയും. നമ്മളത് പിടിക്കൂല. അതായത് കോമൺ ആയിട്ട് ആളുകൾക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടാവാത്ത നമ്മൾ എന്ത് ചെയ്യും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൈമാക്സ് ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ആളുകൾ അത് വർക്കൗട്ട് ആവും, അത് എടുക്കും. ഇപ്പം ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത്. അത് 1 മില്യൺ എന്തായാലും കയറും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ടത്. അതിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 1.5 മില്യൺ ആയി. നല്ല റീച്ച് ഉണ്ട്. അതിൻ്റെ ആ ബോട്ടിലിൻ്റെ ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായി. മറ്റേ അതിൽ കണ്ടായിരുന്നു ഒരു ഡയറ്റിന്റെ അവര് നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായി. അതൊരു പ്രൊമോഷൻ ഒന്നും അല്ലായിരുന്നു. ഇത് കണ്ടിട്ട് അതെ അതെ, ആ ബോട്ടിൽ വാങ്ങിയോണ്ട് അത് എനിക്ക് വേണ്ടിട്ട് വൈഫ് മേടിച്ച ബോട്ടിലാണ്. അതിന്റെ അകത്ത് വേറെ 2 ബോട്ടിലും കൂടി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും അതിൽ ടൈം എഴുതിയിട്ടുണ്ട് എത്ര മണിക്ക് കുടിക്കണം എന്നുള്ളൊരു സംഭവം. പക്ഷെ ഇപ്പൊ ആ ബോട്ടിൽ ഇവിടെ മിസ്സിംഗ് ആണ്. അത് കാറൊന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞപ്പോ വന്ന് താഴത്ത് ടപ്പേന്ന് ഗ്ലാസ് ബോട്ടിലായിരിക്കും അല്ലേ? അല്ല, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷെ അത് നമ്മുടെ സീറ്റിന്റെ താഴെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. അതേ ഓക്കെ. ഇപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ മറ്റേ യക്ഷിയുടെ ഒരു സീരീസ് ഉണ്ടല്ലോ, അതും ഭയങ്കര രസമായിട്ടുള്ള. കാരണം പരന്നൊക്കെ പറഞ്ഞ യക്ഷിയെ പിടിച്ച് പറ്റേ വീട്ടില് നീ ഇവിടെ നിന്നോളാൻ പറയുന്നത് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ വരുന്നു ഈ കോണ്ടന്റ് ഒക്കെ? സംഭവം യക്ഷി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. അത് കുറച്ച് ക്രൂവലായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും, ചോര കുടിക്കും അങ്ങനെ. അപ്പം അതിനെ നമ്മളെങ്ങനെ ഫണ്ടിലേക്ക് കൊണ്ടുവരാം. യക്ഷി എന്ന് പറയുന്നൊരു ഇത് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. കാരണം അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്, ബാക്കിയുള്ള ഒരു ഇതുമായിട്ട് നോക്കുമ്പോഴത്തേനും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ അതൊന്ന് പിടിച്ചു നോക്കി. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾ പറഞ്ഞ് അടിപൊളിയാണ്, സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി സെക്കൻഡ് പാർട്ടിനെ പറ്റി ചിന്തിച്ച് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പാർട്ടിന് നിർത്താം എന്നുള്ള രീതിയിൽ ഇരുന്ന്. അപ്പോൾ ആളുകൾ പറഞ്ഞ് തേർഡ് പാർട്ടും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ തേർഡ് പാർട്ട് ഇപ്പോഴത്തെ 4th നമ്മളത് നിർത്തി. സംഭവം എന്ന് വെച്ചാൽ ഒരു സാധനം ബെറ്റർ ആയിട്ട് തീരുമ്പോഴത്തേനുമാണ് അത് ബെറ്റർ.
പിന്നെ നമ്മൾ വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളമായി കഴിഞ്ഞാൽ അത് ശോകമാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇറക്കണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെന്റിന്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നത്. യക്ഷിയുടെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന മെയിൻ സംഭവം ഞങ്ങൾക്ക് ബ്ലൗസ് ഇട്ടായിരുന്നു. എന്നിട്ട് അതിലൊരു കളർ ബ്ലൗസ് ആയിട്ടിരുന്നത്. അപ്പൊ നിഷൻ ചേട്ടൻ അതിൽ ആഡ് ചെയ്ത് ബുധനാഴ്ച ഞങ്ങള് കളറാണ് ഇടുന്നത്. കാരണം ബുധനാഴ്ചയാണ് യക്ഷി വരുന്നത്. ഇത് വെള്ളയും വെള്ളം ഇട്ടാണല്ലോ വെള്ള ബ്ലൗസ് ഇല്ല, കിട്ടാനില്ല. അപ്പൊ നമ്മളത് കൗണ്ടർ ആഡ് ചെയ്ത് ആ ബുധനാഴ്ച നമ്മൾ ഞാൻ കളറാണ് ഇടുന്നത്. ഓ ശരിയാ, സ്കൂളുകൾ അങ്ങനെയാണല്ലോ. ഓ അത് നൈസ് ആയിട്ടുണ്ട്, കൊള്ളാം. പിന്നെ നമ്മള് എന്താ പറയാ, നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ബെറ്റർ ആക്കി എടുക്കാൻ നോക്കുക എന്നുള്ള സംഭവമുള്ളൂ. നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് മറ്റേ ഇങ്ങനെ എന്താ ആൾക്കാരൊക്കെ നിങ്ങളെ തിരിച്ചറിയാറുണ്ടോ? പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും എന്തായാലും തിരിച്ചറിയാറുണ്ട്. എന്നാലും മെയിൻ ആയിട്ട് വരുന്ന എന്താ ഈ കമന്റ്സും ആൾക്കാരുടെ ഒക്കെ റിയാക്ഷൻ എന്താണ്? യൂട്യൂബർ അല്ലേ യൂട്യൂബർ അല്ലേ എന്നുള്ള ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഈ ട്രിപ്പിൾ ഗ്രീൻ എന്നുള്ള പേര് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത് അതോ? അല്ല, ചിലവർ ട്രിപ്പിൾ ഗ്രീൻ ആണ് അല്ലേന്ന് പറയും, പിന്നെ നിഷൻ എന്ന് വിളിക്കും. ചിലവർക്ക് പേരറിയാത്ത ആളുകളുണ്ട്. നമ്മൾ ഈ പേരറിയാത്ത ആളുകളെ പേരറിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നിഷൻ എന്നാണ് എൻ്റെ പേര്, നിഷൻ എന്നാണ് എൻ്റെ പേര്. ട്രിപ്പിൾ ഗ്രീൻ എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ട്രിപ്പിൾ ഗ്രീൻ എന്നുള്ള പേര് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആളുകൾക്ക് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാ സ്റ്റോറീസിലും ഞങ്ങളുടെ സെയിം പേര് തന്നെയാണ് അധികവും ഇടുന്നത്. എനിക്ക് നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടു പോകുമ്പോഴത്തേന് ആരും അങ്ങനെ പേര് ശ്രദ്ധിക്കുന്നില്ല അല്ലേ? കാരണം എല്ലാരും അവരുടെ മൈൻഡ് ഫുൾ നിങ്ങളുടെ മുഖം കാണും, നിങ്ങളുടെ ക്യാരക്ടേഴ്സ് നെയിം കാണും, പക്ഷെ റിയൽ നെയിം അങ്ങനെ ആരും ചെറിയ പേരാണെങ്കിൽ ഇപ്പൊ സ്നേഹ ചെറിയ പേരാണ്. സ്നേഹ അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞു, സ്നേഹ ഇപ്പൊ ഒരു ചാനൽ തുടങ്ങി ഒരു 1 മില്യൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹനെ എല്ലായിടത്തും പോയി കഴിയുമ്പോഴത്തേനും സ്നേഹയെല്ലാം ചോദിക്കും. കാരണം പെട്ടെന്ന് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് സ്നേഹ. ഇപ്പൊ എൻ്റെ പേര് നിഷൻ. നിഷൻ എന്നുള്ള പേര് വളരെ ചുരുക്കമാണ്. എനിക്ക് ആകെ നിഷൻ എന്ന് പറയുന്ന ഒരാളെ അറിയാവുന്ന നമ്മളുടെ ഒരു ഫിലിം സ്റ്റാർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ നിശാന്ത് അല്ല, നിഷൻ. നമ്മുടെ തമിഴില് മണിച്ചിത്രത്താഴിന്റെ എന്തോ ഒരു ഇത് അല്ലല്ല, ഒരു ഫിലിം ആക്ടർ ഉണ്ട്. അതല്ലാണ്ട് ഞാൻ പേര് 2 സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിത് കുറച്ച് യൂണീക്ക് ആയിട്ടാണ് തോന്നിയത്. അല്ല, സീരിയസ്ലി പറഞ്ഞു. അല്ല, സ്നേഹ ഒക്കെ എന്ന് പറയുന്നത് കോമൺ നെയിമാ. സ്നേഹ, അമൃത. അല്ല, എലിസബത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളുടെ പേര് അങ്ങനെ അധികം ഞങ്ങൾക്ക് കിട്ടില്ല. കുഴപ്പമില്ല അല്ലേ, നല്ല പേരാണല്ലോ സ്നേഹ, അമൃത. നമ്മുടെ പേര് കൊള്ളാവുന്നോണ്ടാണ് ആൾക്കാരെല്ലാരും പറയുന്നത് എന്റെ പേര് കൊള്ളില്ല. കൊള്ളില്ലെന്നല്ല, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അതുകൊണ്ട് അവര് വീണ്ടും വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു 1.4 അല്ലെ 1.04 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന സമയം നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അന്ന് സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ ഇത് ആയ ഒരു മൊമെന്റില്? അന്ന് നൈറ്റ് ഞങ്ങൾ ഗ്രില്ലൊക്കെ അടിച്ചു വീട്ടില്. ഇവരാണ് കൂടുതലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. ഞാനും ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇവള് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. നോക്കിയതാണല്ലേ എങ്ങനെയാണ് ഗ്രില്ല് അടിക്കാണ്ടിരിക്കുക, ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് ഗ്രില്ല് അടിക്കാണ്ടിരിക്കുക, ഫോൺ യൂസ് ചെയ്താൽ മതി, അവര് വിളിക്കില്ലെന്ന്. അങ്ങനെ അവള് ഫോൺ യൂസ് ചെയ്താണ്. പിന്നെ നല്ലൊരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പുറത്ത് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ചില്ല് ചെയ്ത് 12 മണിയായി ഫുഡ് കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് വേറെ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. ഒരു ട്രിപ്പ് 2-3 ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റക്കെട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് മലഞ്ഞു കയറി ചെല്ലരുതല്ലേ? ഒരൊറ്റ സ്ഥലത്തോട്ട് അവിടെ ചെല്ലുമ്പോ ഞാനില്ല. എങ്ങനെ ഇവര് ട്രിപ്പിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ചെലവാ, റിസോർട്ടുകാർക്ക് ചെലവാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് ഫുഡിന്റെ കാര്യം വിടാം. അവിടെ ഉണ്ടായിരുന്ന മോയ്സ്ചറൈസ് ക്രീം ഇവളുടെ ബാഗ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ, എന്നിട്ട് ആ ചേച്ചിയോട് പറയാണ്, ചേച്ചി എനിക്ക് ആ ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇവള് എന്തോ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ ബാഗിന്റെ അകത്തുനിന്ന് ഒരുപാട് ഇങ്ങനെ. അത് ഞാനല്ല, പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ആള്. അപ്പൊ നമ്മള് പ്ലാൻ ഇപ്പോഴും ആ ഒരു മോയ്സ്ചറൈസർ ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ആ സാധനം നോക്കിട്ട് മേടിപ്പിച്ചു. എന്റെ അതുകൊണ്ടായിരിക്കും അവരുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള സാധനം അവിടെ ഇരിക്കുന്നത്. ഓക്കെ, 100 അങ്ങനെ വേണം കണക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മളത് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോവും. ഒന്നാമത്തെ കാര്യം, ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് നമ്മളുടെ വീഡിയോസ് ആണ്. അപ്പോൾ അവിടെ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത് നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും ടൈമിംഗ് ഒക്കെ നോക്കണം. ഇവർക്ക് എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവള് വെറുതെ ഇരിക്കൊണ്ട് ഇവർക്ക് എപ്പോഴെങ്കിലും വരാം. ഇതിന് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ വേറെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നീ വെറുതെ ഇരിക്കുന്നത് നിനക്ക് ബുക്ക്
നിങ്ങൾക്കതൊരു ഈഗോ അടിക്കണ്ട. നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? നിങ്ങൾ മറ്റേ ഫുള്ള് മറ്റേ വണ്ടിയൊക്കെ വിളിച്ചിട്ട് മറ്റേ പൈസ സെറ്റപ്പ് KSRTC. ഞാൻ പുറകെ തൂങ്ങിക്കിടക്കാം. എല്ലാവരും അല്ല നമ്മള് KSRTC പ്രൊമോട്ട് ചെയ്യണം. സിനിമയ്ക്കകത്ത് എല്ലാ നമ്മുടെ ജഗദീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറ്റേ ചെലവ് കുറയ്ക്കാൻ അവളെ കൊണ്ട് പോയില്ല, ഹണിമൂൺ ഒറ്റയ്ക്ക് അത് ഞാൻ കുറെ അത് പോയിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് മാത്രമേ എല്ലാരും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് സത്യം പറയാം. എനിക്ക് എന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആളുകൾ എന്റെ വീട്ടിൽ വേണം. അതാണ് എന്റെ ആഗ്രഹം. എപ്പോഴും സൗണ്ട് ആയിരിക്കണം വീട്ടിൽ. ഭയങ്കര എന്താ പറയാ, സംസാരിക്കുന്ന ആൾ വേണം, ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ കുറെ ഇഷ്ടമുള്ള, ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെയൊക്കെ ഒരു വൈബ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ആള്. ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ചുറ്റിപ്പറ്റിയ ആളുകൾ കൂടെ ഉണ്ടാവണം, സംസാരിക്കണം. ഇങ്ങനെ ഇതേപോലെ എന്താ പറയാ, ഗ്രില്ലടിക്കണം, അങ്ങനെ കുറെ ചിന്തകളൊക്കെ. അതിലൊക്കെ നമ്മൾ എന്താ പറയാ ഒന്നും നോക്കാറില്ല. ലൈഫിനെ പറ്റി ഭയങ്കര കാഴ്ചപ്പാടുള്ള ഒരാളാണ്. കാരണം ലൈഫ് അതിൽ അടിച്ചു ലൈഫ് എൻജോയ് ചെയ്യണം. നമുക്ക് ഓരോ സമയത്തും നമ്മൾ നാളത്തേക്ക് വേണ്ടി ഒന്നും വെക്കരുത്. ഇന്നത്തേക്കുള്ള ഇന്ന് അടിച്ചു കൊടുക്കും, നാളത്തെ ഉണ്ടണം. അത്യാവശ്യം പ്ലാനിങ്ങും വേണം. പക്ഷെ എന്നാ അതിനനുസരിച്ച് ലൈഫ് എൻജോയ് ചെയ്യണം. ബൈബിളിൽ പറഞ്ഞ പറകളെ നോക്കാതെ വേർക്കുന്നില്ല, കൊയ്യുന്നില്ല. എല്ലാം ഇന്ന് അടിച്ചു പൊളിച്ചിട്ട് നാളത്തേക്ക്. ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിക്കും, നാളെ നോക്കാറില്ല. നാളെ കഞ്ഞി, നാളെ കഞ്ഞി. ഇന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചാൽ നാളെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഞ്ഞി പിടിക്കും. കാരണം ഞങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എന്തായാലും ഗൈസ് അടിപൊളി. നിങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര വൈബുള്ള ടീമാണ് നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ്. അപ്പൊ നിങ്ങൾ പുറത്ത് എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാനുള്ള എന്തായാലും നമ്മൾ എന്ത് പറഞ്ഞാലും അത് കോമഡി ആയിട്ട് എടുക്കുള്ളൂ. ഇപ്പൊ സീരിയസ് ആയിട്ട് നീ ശോകം എന്ന് പറഞ്ഞ പോലും നമുക്ക് അറിയാം അത് ആ ഒരു ഇതിലാണ്. നിങ്ങളുടെ എന്തെങ്കിലും ട്രേഡ് മാർക്ക് ഉണ്ടോ? അതായത് നിങ്ങൾ ട്രിപ്പിൾ ഗ്രീൻ മാത്രമായിട്ടുള്ള ഒരു സിഗ്നേച്ചറോ അങ്ങനെ എന്തെങ്കിലും? ലോഗോ ഉണ്ട് എന്താ എന്താണിത്? ഇപ്പൊ നിങ്ങളുടെ പ്രേക്ഷകര് വ്യൂവേഴ്സ് എല്ലാം നോക്കിക്കോണം. കാരണം ഇവരിങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അടിപൊളി എന്നല്ല, ഷോകളെന്നാണ്. വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആണല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഗൈസ്, എന്താണ് ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? എന്താണ് നിങ്ങളുടെ? സെറ്റ് ആകണം, സിനിമയിൽ അഭിനയിക്കണം, സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യണം. അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. നിർത്താൻ പറ്റാത്ത ഒരാഗ്രഹം. കുന്നോളം മലയാളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ. ഇപ്പൊ കുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെ എത്തണം. കാരണം നമ്മുടെ കൂടെയുള്ള എല്ലാവരും രക്ഷപ്പെടണം. ഇപ്പൊ 2-3 കോൾസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഡയറക്ടർമാരെ. അപ്പൊ അതിനു വേണ്ടിട്ട് അല്ല, നമ്മ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ വിളിക്കാറുണ്ട് നമ്മളെ. അതായത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ ഈഗോ ഒന്നും നോക്കാണ്ട് നമ്മളെ വിളിക്കാറുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. കാരണം അപ്രിഷിയേറ്റ് ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളൊന്നും പറയാറുണ്ട് കേട്ടോ. ഞാൻ നല്ല എന്താ പറയുക, നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസിൽ പോയിട്ട് ഞാനൊന്നും നോക്കാണ്ട് കമൻസ് ഇടും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. നമ്മളങ്ങനെ ഈഗോ ഒന്നും, കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് വരുള്ളൂ. പിന്നെ മാക്സിമം എനിക്ക് കമൻസ് ഇടുന്ന ആളുകൾക്ക് ഞാൻ കുത്തിരുന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെസ്സേജ് ബോക്സിലാണെങ്കിൽ പോലും ഇതിലായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. അത് കൊടുക്കാത്തവർ താഴെ കമന്റ് ചെയ്യാം. എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ചേട്ടൻ കൊടുക്കാറുണ്ട്. കമന്റ്സിനാണെങ്കിലും ഇത്രയും കമന്റ്സ് വരുമ്പോ എനിക്ക് കോൾസ് വരാറുണ്ട്. ഇപ്പൊ ഞാൻ നമ്പർ ഇട്ടേക്കുന്നത് നമ്മുടെ ഇവരുടെ നമ്പറായിരുന്നു ആദ്യം ഇട്ടോ, പിന്നെ അത് മാറ്റി. എന്നിട്ട് എന്റെ നമ്പർ ഇട്ടു. മാർക്കറ്റിംഗ് നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ നമ്പർ ഇട്ടപ്പോ വിളിക്കും. നമ്മളിപ്പോ എമർജൻസി സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും വിളിക്കുമ്പോഴത്തേനും ഞാൻ വെറുപ്പിക്കാറില്ല. കാരണം കോൾ വന്നേ ഞാൻ പറയും ഓക്കെ താങ്ക്സ് ഡാ, സൂപ്പർ, ഞാൻ ഇപ്പൊ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് അതാ. കാരണം നമ്മളവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളവരെ വെറുപ്പിക്കാൻ പാടില്ല. അവരുണ്ടെങ്കിൽ നമ്മളുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ. ഓക്കെ, ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ വ്യൂവേഴ്സിനോട്? ഇനിയും കാണുക, ഒരുപാട് ചളികൾ വരുന്നതായിരിക്കും. പക്ഷെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. ബെറ്റർ ആക്കും, അത്രേ ഉള്ളൂ. ചില കമന്റ്സ് വരാറുണ്ട്, ബ്രോ ഷോകാണെന്ന്. നെക്സ്റ്റ് ടൈം ഞങ്ങൾ ബെറ്റർ ആക്കും. അതാണ് നമ്മളുടെ ഇത്. ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം ട്രിപ്പിൾ ഗ്രീൻ ഇനിയും 2 മില്യൺ അടിക്കട്ടെ, 3 മില്യൺ അടിക്കട്ടെ, ഇങ്ങനെ മില്യൺസ് ഓഫ് മില്യൺസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.